ഹലോ ഗൈസ്, ഇന്ന് കുറച്ച് കാന്താരി മുളക് പറിക്കാമെന്ന് കരുതി. കുറച്ച് കാന്താരി മുളക് വേണം വീട്ടിലേക്ക്. തീരെ കാന്താരി മുളക് ഇല്ലാത്ത കാരണം ഇന്ന് കുറച്ച് കാന്താരി മുളക് പറിക്കുകയാണ് ഗൈസ്. ഇഷ്ടംപോലെ കാന്താരി മുളകുണ്ട് തോട്ടത്തിൽ. ആവശ്യമുള്ളവർക്കൊക്കെ തരുന്നതായിരിക്കും. കുറേശ്ശെ ഒരുപാടൊന്നും തരില്ല, ആവശ്യത്തിന് കുറച്ച് തരാം. ഓക്കേ. കൂടായിട്ടുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ഒരു കൈ കൊണ്ട് പറിച്ചെടുക്കലാണ് ബുദ്ധിമുട്ട്. 2 കൈയുടെ ആവശ്യമുണ്ട് പറിച്ചെടുക്കണമെങ്കിൽ. തോട്ടത്തിൽ വന്നപ്പോഴാണ് കുറച്ച് കാന്താരി പറിക്കാമെന്ന് തോന്നിയത്. കാരണം എന്താ വിചാരിച്ചാൽ ഇന്ന് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. 2 ദിവസം മുമ്പ് വെള്ളം ഒഴിച്ചിരുന്നു. 3 ദിവസം കൂടുമ്പോഴാണ് ഒരിക്കൽ വെള്ളം ഒഴിക്കുന്നത്. ഇഷ്ടംപോലെ കാന്താരി മുളക് അങ്ങോട്ടുണ്ട്. ഒരു പടവളത്തിൻ്റെ തൈയുണ്ട് തോട്ടത്തിൽ, തനിയെ മുളച്ചിട്ട്. ഇവിടെ കാന്താരിയുണ്ട്. ഇവിടെ ഒരു അത്ഭുതകരമായ കാന്താരിയാണ്, വെളുത്ത കാന്താരിയാണ് ഇവിടെ ഉള്ളത്. നിങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പടവളത്തിൻ്റെ മുകളിലും 3-4 എണ്ണം പിടിച്ചിട്ടുണ്ട്. നല്ലതായിട്ടുണ്ട്. പടവലങ്ങ വറവിന് നല്ല രുചിയുള്ളതാണ്. വെളുത്ത കാന്താരി ആവശ്യമുള്ളവർ പറഞ്ഞോളൂ. എല്ലാവർക്കും കുറച്ച് തരും, അധികമൊന്നും തരാനുണ്ടാവില്ല കേട്ടോ. തോട്ടത്തിൽ ഇഷ്ടംപോലെ കാന്താരി മുളകിൻ്റെ ചെടിയുണ്ട്. ഇനിയിപ്പം ഒരാഴ്ച 2 ആഴ്ച കൂടെ കഴിഞ്ഞാൽ ഫുള്ള് കാന്താരി മുളക് ഉണ്ടാകുന്നത്. ഭയങ്കര വിലയാണ്, നല്ല ഔഷധ ഗുണമുള്ളതാണ്. കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് ഏറ്റവും നല്ലതാണ് കാന്താരി മുളക്. കാന്താരി മുളക് ഏകദേശം പറിച്ചിട്ട് ആയിട്ടുണ്ട്. ഇനി അത് നമുക്ക് അതിൻ്റെ മൊത്തൊക്കെ കളഞ്ഞിട്ട് വേണം അത് ഫ്രിഡ്ജിൽ വെക്കാൻ. ഇല്ലെന്നിരുന്ന് കഴിഞ്ഞാൽ മൊത്ത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ചീഞ്ഞ് പോകും. അപ്പം കാന്താരി മുളക് ടേസ്റ്റ് ഉണ്ടാവില്ല, മോശമാവും. അതുകൊണ്ടാണ് ഇതിൻ്റെ മൊത്ത് കളയണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്കതിൻ്റെ മൊത്ത് കളയാം. മൊത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് നമ്മുടെ നാടൻ ഭാഷയാണ് മൊത്ത് എന്ന് പറയുന്നത് കേട്ടോ. എല്ലാം കളഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് അതുകൂടെ ഇരിക്കും. എത്ര ദിവസം വെച്ച് കഴിഞ്ഞാലും മോശമാവില്ല. 1 ആഴ്ച 2 ആഴ്ച 1 മാസം വെച്ച് കഴിഞ്ഞാലും മോശമാവില്ല. ഓരോന്നായിട്ട് വൃത്തിയാക്കുന്നുണ്ടോ? വൃത്തിയാക്കുന്നതിനൊരു പ്രത്യേക ടെക്നിക്സാണ്. ഒന്നായിട്ട് കയ്യിലെടുത്തിട്ട് ഓരോന്നായിട്ട് മുളക് എടുക്കുന്നു. ഏകദേശം വൃത്തിയാക്കി കഴിഞ്ഞു. ഇനി അത് നമുക്കതിനെ പാത്രത്തിലാക്കണം. പാത്രത്തിലാക്കിയിട്ട് ഭദ്രമായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ സൂപ്പറാണ്. പാത്രത്തിലാക്കുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. എല്ലാം വാരി നിറക്കുന്നുണ്ട്. ഏകദേശം പകുതിയിലും മുകളിലും ഉണ്ട്. കുറേ ദിവസത്തേക്കുള്ളതായി ഇത്. അതിനെ അടച്ചിട്ട് കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.